അല്ല, കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾ ആ പരിപാടി ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാൻ രണ്ട് കാരണമാണ്. ഒന്ന്, 450 വർഷം പഴക്കമുള്ളൊരു പള്ളി നിലവിലുണ്ടായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയത്. രണ്ടാമത്തത്, അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ചു. വിശ്വാസത്തിൻ്റെ വഴിക്ക് വിടുന്നതിന് പകരം അയോധ്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദു മതത്തെ രക്ഷിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു പ്രതിച്ഛായ നൽകി തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയത നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു. ദേശീയ കാഴ്ചപ്പാടാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകം. അതില്ലായ്മ ചെയ്തുകൊണ്ട് വെറും മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചു. ഈ രണ്ടുമാണ് ഞങ്ങൾ ഉദ്ഘാടന ചടങ്ങിനെ ബഹിഷ്കരിക്കാനുള്ള കാരണം. അതേസമയത്ത് വിശ്വാസികൾക്ക് പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം, അത് അവരുടെ ഇഷ്ടം. ഏതായാലും ഈ ചടങ്ങിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുമതത്തിലെ പ്രധാന മഠാധിപന്മാരായിട്ടുള്ള ശങ്കരാചാര്യർ ഉൾപ്പെടെ 4 മഠങ്ങൾ ഒരു പ്രധാനമന്ത്രിയുടെ ജോലിയല്ല ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു സെക്കുലർ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്ര ഉദ്ഘാടനത്തിന് യജമാനായിരിക്കാൻ പാടില്ല. അതൊക്കെ അതിൻ്റെ ചില നിയമങ്ങളുണ്ട്. മാത്രമല്ല, അയോധ്യയിൽ സുപ്രീം കോടതി അനുവദിച്ച പള്ളി നിർമ്മിക്കുന്ന കാര്യത്തിലും കേന്ദ്ര സർക്കാർ വിമുഖത കാണിച്ചു. നേരെ മറിച്ച് അതുകൂടെ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ മുമ്പായിട്ടൊരു മുറിവിന് പരിഹാരം ഉണ്ടാക്കായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണ്ട എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചു. അതാണ് കോൺഗ്രസിൻ്റെ ദേശീയ നയം എന്ന് പറയുന്നത്. അല്ല, അമ്പലത്തിൽ പോകാതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ പാർട്ടി ഇടപെടില്ല. അല്ല, ശശി തരൂർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ശ്രീരാമഭക്തനാണ്. അദ്ദേഹം മാത്രമല്ല, ഞങ്ങളൊക്കെ ശ്രീരാമഭക്തന്മാർ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ മനസ്സിലുള്ള ശ്രീരാമനെ അല്ല BJPയുടെ മനസ്സിലുള്ളത്. ഞങ്ങളുടെ മനസ്സിലുള്ള ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള BJP നേതാക്കന്മാരൊക്കെ മര്യാദയില്ലാത്ത പുരുഷോത്തമന്മാരാണ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ്. ആത്മകഥ എഴുതുമ്പോൾ അവരുടെ മനസ്സുള്ളവർ എഴുതും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മാണി സാറിനെ നിയമസഭയിൽ അവമാനിക്കാൻ നോക്കിയവരെ കൊണ്ട് തന്നെ ആ പുസ്തക പ്രകാശനം ചെയ്തത് മാണി സാറിൻ്റെ ആത്മാവ് പോലും പൊറുക്കാത്ത കാര്യമാണ്. കാരണം ഇതൊക്കെ പറഞ്ഞാൽ UDFൻ്റെ നേതാവ് തന്നെയായിരുന്നു. ചില തിക്താനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി കാണാം. പക്ഷേ അതുകൊണ്ടൊന്നും UDF വിടാനിരിക്കില്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ UDF വിടില്ലായിരുന്നു. ഒരിക്കൽ വിട്ടതല്ല, വിട്ടിട്ട് LDFിലേക്ക് പോയില്ല. കുറച്ച് നാൾ മാറി നിന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം ശക്തമായിട്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് അതിനെ പിണറായി രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുകയാണ്. അത് പക്ഷേ നടക്കില്ല. മാണിസാറിനെ ഇഷ്ടപ്പെടുന്നവരാരും LDFന് വോട്ട് ചെയ്യില്ല. ഇന്നലെ ഗവർണറുടെ ഭാഗത്തു നിന്നും നിയമസഭയിലുണ്ടായ ഗവർണർ ചെയ്ത് തികച്ചും തെറ്റാണ്. അദ്ദേഹം നിയമസഭയെ അവമാനിച്ചു. 78 സെക്കൻഡ് മാത്രം, അല്ല 78 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. അത് നിയമസഭയോട് കാണിച്ച അവഹേളനമാണ്. പക്ഷേ അവഹേളിച്ചത് പറയാനുള്ള ധൈര്യം പോലും പിണറായിക്ക് നഷ്ടപ്പെട്ടു. ഇന്നലത്തെ സംഭവത്തിൽ ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ മുമ്പ് പറഞ്ഞ അന്തർധാര ശക്തമായി ഇനി അത് മാറ്റാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് ഇന്നലത്തെ സംഭവങ്ങളെത്തി. നയപ്രഖ്യാപനത്തിൽ കിഫ്ബിനെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞ EDയെക്കുറിച്ചൊന്നും പറയുന്നില്ല. കേന്ദ്ര വിരുദ്ധ കാഴ്ചപ്പാടില്ല. ആകെ ഞങ്ങളെ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നു എന്നുള്ള ഒറ്റ വാക്കിൽ എല്ലാ പ്രതിഷേധവും ഒതുക്കി. മാത്രമല്ല, ഇത്രയേറെ ഗവർണർ മോശമായിട്ട് പെരുമാറിയിട്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പിണറായിനെയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഗവർണർ ചെയ്തത് ശരിയല്ല. അദ്ദേഹത്തിന് ഗവൺമെൻറ്റിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതിന് മുഖ്യമന്ത്രിയുടെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഏർപ്പാട് ശരിയല്ല. അതൊരു ഗവർണറുടെ അന്തസ്സിന് ചേരാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ സംഭവത്തോടുകൂടെ കേന്ദ്രവുമായിട്ടുള്ള അന്തർധാര ശക്തമായിരിക്കുന്നു. ഇപ്പോൾ ഫെബ്രുവരി 8-ാം തീയതി ഞങ്ങളെയൊക്കെ ക്ഷണിച്ചതെന്തിനാണ്? ഞങ്ങളെ ക്ഷണിച്ചത് കേന്ദ്രത്തിനെതിരായിട്ട് സമരം ചെയ്യാനാണ്. ഇപ്പോൾ സമരമില്ല. ഇപ്പോൾ ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ എന്നൊരു സെമിനാറിലേക്ക് അത് മാറി. ഞാൻ ചോദിക്കുന്നു, സെമിനാറിന് വേണ്ടിയിട്ട് ഇത്ര പ്രയാസപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരു സെമിനാറിന് ക്ഷണിച്ചാൽ ആരും എവിടെയും പോകുമായിരുന്നു. ഇത്
യു ഡി എഫിനെയൊക്കെ ക്ഷണിച്ചിട്ടുള്ളത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സമരം ചെയ്യാൻ യോഗ്യതയില്ല, നിങ്ങളും സാമ്പത്തിക അച്ചടക്ക ലംഘനം കാണിച്ചിട്ടുണ്ട്, കേന്ദ്രവും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമായി, കേന്ദ്ര വിരുദ്ധ സമരം ഇനിയില്ല. മോഡി താഴെ ഇറങ്ങുന്നത് വരെ കേന്ദ്ര വിരുദ്ധ സമരമില്ല എന്ന് പിണറായി തീരുമാനിച്ചു കഴിഞ്ഞു.